ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പുളിയിഞ്ചിയുടെ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ തന്നെ പുളി വേണം. അപ്പോൾ പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. ചെറിയ ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചാൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇടുകയാണ്. എല്ലാം ഒരുമിച്ചിട്ട് തന്നെ ഇടുക. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് പുളിവെള്ളം പിഴിഞ്ഞ് ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ അതാ വെള്ളം തിളച്ചിട്ടുണ്ട്. ആ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പൊടികളൊക്കെ ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ആ പൊടി കട്ടയായി നിൽക്കുന്നതൊക്കെ ഒന്ന് ഇളക്കി ഇതാക്കണം. ബാക്കി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇനി അതിലേക്ക് ചേർക്കാനുള്ള ഒരു പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരിയും ഉലുവയും ചെറിയ ജീരകവും കൂടി വറുത്ത് വെച്ചതാണത്. ഇപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട്. അത് ബാക്കി ഇതിലേക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഒരു പാത്രത്തിൽ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒന്നും ആവില്ല. അപ്പോൾ അത് പുളി ഇതായി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കുകയാണ്. ഞാൻ പുളിയിൽ കൂടുതലായിട്ട് എടുക്കുക വെളുത്തുള്ളിയാണ്. പിന്നെ ഉള്ളി കുറച്ചേ എടുക്കാറുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിക്കുകയാണ്. ശർക്കര ഞാൻ പാനിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. അപ്പം കുറച്ച് മധുരമൊക്കെ വേണം. പുളിയും മധുരവും എരിവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആ പൊടി എടുത്ത് വെക്കുകയാണ്. അത് അതിലിട്ട് നന്നായിട്ട് മൂടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. കേടായി പോകുന്നില്ല. പുളിയൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വരുന്നുണ്ട്. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വേവുന്നുണ്ട്. ചാരൂസ് ടേസ്റ്റ് നോക്കാറ്റിണ്ട്. അപ്പോൾ പുളിയിലേക്ക് ആ പൊടി ഇടുകയാണ് ഞാൻ. പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത്ര മതി. ഞാൻ ഇവിടെ കുറച്ചേ പുളി ഉണ്ടാക്കിയിട്ടുള്ളൂ. കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ പുളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.